അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അമീർ അലി ചാപ്പനങ്ങാടി. നമ്മളായിട്ട് ബിൽഡ് ചെയ്ത ഒരു ട്രേഡിംഗ് സോഫ്റ്റ്വെയർ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും സ്ക്രീൻ റെക്കോർഡുകളുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത് കണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ആ ഒരു സോഫ്റ്റ്വെയർ വാങ്ങുകയും അത് അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് നല്ല അഭിപ്രായമുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടെയാണത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളെ നമുക്ക് ഒരുപാട് ആളുകൾ ചോദിച്ച ഒരുപാട് സംശയങ്ങളെല്ലാം കൂടി ചേർത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കില്ലാണ്, പഠിച്ച ആളുകൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ 25,000 50,000 ഒക്കെ വാങ്ങിയിട്ടും അത്തരം സ്ഥാപനങ്ങളിലൊക്കെ പോയി അത്രയും പൈസ മുടക്കിയിട്ടൊന്നും പഠിയാത്ത എത്രയോ ആളുകളുണ്ട്. പഠിഞ്ഞിട്ടും അത് സ്ക്രീനിൽ എപ്പോഴും നോക്കിയിരുന്ന് അത് ചെയ്യാൻ കഴിയാത്ത ആളുകൾ വേറെയുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഇതുപോലെയുള്ള സോഫ്റ്റ്വെയറുകളെ പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ആകുമ്പോൾ 24 മണിക്കൂറും അത് പണിയെടുക്കുകയും ചെയ്യും. നമ്മളത് നോക്കേണ്ടയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാനാകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടേതായ പണിയുമായി മുന്നോട്ട് പോകാം. സോഫ്റ്റ്വെയർ ട്രേഡിങ്ങുമായി മുന്നോട്ട് പോയിക്കോളും. പിന്നെ ആകെയുള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ, പഴയ കാലങ്ങളിൽ ഞാനൊക്കെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുകയും ഒരുപാട് ആളുകൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഈ സോഫ്റ്റ്വെയറുകളൊക്കെ ആവറേജിങ് മെത്തേഡൊക്കെ ഉപയോഗിച്ചാണ് അധികം പ്രവർത്തിച്ചിരുന്നത്. അതായത് പ്രത്യേകമായ ഒരു സ്ട്രാറ്റജി ഒന്നുമില്ല. നേരെ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഒരു എൻട്രി അങ്ങോട്ട് എടുക്കുക തന്നെ, ഒരു ട്രേഡാണ്ട് ഇടും. അത് ലോസുക്ക് പോകുമ്പോൾ അത് വീണ്ടും അടുത്ത ട്രേഡ് ഇടും, അത് ലോസുക്ക് പോകുമ്പോൾ വീണ്ടും അടുത്ത ട്രേഡ് ഇടും. ചിലപ്പോൾ ഒരു 5-10 ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാവുന്ന വിധത്തിൽ ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ചു വരും. അപ്പോൾ അത് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അടുത്ത ട്രേഡ് ഇടും. ഈ ഒരു രീതി, അതായത് ആവറേജിങ് മെത്തേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള രീതികളെ അവലംബിച്ചിരുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇപ്പോഴും അത്തരം സോഫ്റ്റ്വെയർ ലഭ്യമാണ്. 50,000 രൂപ മുതൽ മേലോട്ടാണ് അത്തരം സോഫ്റ്റ്വെയറുകൾക്ക് തന്നെ പറയുന്ന ചാർജ്. അത്തരം ചാർജുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. അത്തരം റോബോട്ടുകൾ ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നു. എന്നിട്ട് ഒരുപാട് നിബന്ധനകൾ അവർ ഫയൽ നമുക്ക് അയച്ചു തരില്ല, അല്ലെങ്കിൽ പിന്നെ $1,000 മേലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അടുത്ത സോഫ്റ്റ്വെയർ വാങ്ങണം. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിബന്ധനകളോട് കൂടി ഇത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ ഇന്നും മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഉപയോഗിക്കേണ്ട വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത്തരം റോബോട്ടുകൾ അല്ലെങ്കിൽ അത്തരം സോഫ്റ്റ്വെയറുകൾ പോലും ഇവിടെ ആളുകൾക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് മന്ത്ലി 10%. $1,000 ഇട്ട ഒരാൾക്ക് $100 ഒരു മാസത്തിൽ അവർക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് അത് കിട്ടുന്നത്. അത് കുറവാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. കാരണം മന്ത്ലി 10% എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു റിട്ടേൺ തന്നെയാണ്. ഏത് ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടാത്തൊരു റിട്ടേണാണ്. എന്നാൽ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ്. അതായത് വെറുതെ തോന്നിയതുപോലെ കുറേ ട്രേഡ് എടുക്കുന്ന സോഫ്റ്റ്വെയറേ അല്ല. മാത്രമല്ല, ഒരു ദിവസം ആകെ ഒരു ട്രേഡ് മാത്രമാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എടുക്കുന്നത്. അപ്പോൾ ഒരു 24 മണിക്കൂർ മാർക്കറ്റിൽ നിന്ന് ഒരൊറ്റ ട്രേഡ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ട്രേഡ് കിട്ടണമെങ്കിലുള്ള ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കുമെന്ന് കുറച്ചൊക്കെ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തോ ഒരു സംഭവം ക്രൈറ്റീരിയ മാച്ച് ആകുമ്പോഴാണല്ലോ ആ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ദിവസം ഒരു ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയോ നല്ല ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരൊറ്റ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരൊറ്റ സാഹചര്യത്തിൽ മാത്രം ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മികച്ച ഒരു സംവിധാനമാണ്. അങ്ങനെ ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചുകൊണ്ടാണ് ട്രേഡ് എടുക്കുന്നത്. ഒന്നുകിൽ ടാർഗറ്റ് അടിക്കും, അപ്പോൾ നമുക്ക് നിശ്ചിത പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, അപ്പോൾ ഒരു നിശ്ചിത ലോസ് നമുക്ക് വരും. അല്ലാതെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകുന്ന രീതിയിലുള്ള ലോസ് ഒരിക്കലും ഇതിൽ വരുന്നില്ല. മറ്റൊരു കാര്യം, ഇത് സാധാരണ രീതിയിൽ നമ്മൾ പല കമ്പനികളെ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമേ അല്ല. ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര കിട്ടും, മന്ത്ലി അത്ര കിട്ടും, ഡെയിലി ഇത്ര കിട്ടും, അങ്ങനെ ഒരു പരിപാടിയേ ഇവിടെ ഇല്ല. കഴിഞ്ഞ കാല ഹിസ്റ്ററിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏകദേശം എന്ത് കിട്ടുമെന്ന്. ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾക്ക് ക്യാപിറ്റലൊന്നും കൂട്ടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു $120 വരെ നമുക്ക് എല്ലാ മാസവും പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 100% റിട്ടേൺ ആണ് $100 ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത്. എന്നാൽ അത് 500-1000 ചെയ്യുന്ന ആളുകൾക്ക് അതിലും കൂടുതലാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു $1,000 ട്രേഡ് ഇടുന്ന ഒരാൾക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് സൈസ് ഇടുന്നത് 0.1 ലോട്ടായിരിക്കും. അപ്പോൾ അയാൾക്ക് അന്നത്തെ ദിവസം തന്നെ പ്രോഫിറ്റ് കിട്ടുന്നത് $100 ആയിരിക്കും.
അതുകൊണ്ട് തന്നെ അയാളുടെ അക്കൗണ്ടിൽ പിറ്റത്തെ ദിവസം 1100 ഉണ്ടായതുകൊണ്ട് ആ പിറ്റത്തെ ദിവസം അയാളുടെ അക്കൗണ്ടിൽ ട്രേഡ് എടുക്കുന്നത് .11 ലോട്ടായിരിക്കും. അപ്പോൾ $110 അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ പിറ്റേന്ന് അത് 12 ആവും, 13 ആവും, 15 ആവും, അങ്ങനെ കൂടി ഒരാഴ്ച ആകുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോഫിറ്റ് അദ്ദേഹത്തിന് കിട്ടും. ഇനി ലോസ് സംഭവിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് .1 പക്ഷേ ലോസ് വരുന്നത് ചിലപ്പം .15 ഇടുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ ലോസ് വരിക. അങ്ങനെ വരുമ്പോൾ അന്ന് നമുക്ക് $150 ആയിരിക്കും ലോസ് വരിക. പക്ഷേ പ്രശ്നമില്ല, അത് പിറ്റത്തെ ദിവസം റിക്കവർ ആകുന്നുണ്ട്. അങ്ങനെ ഒരു മാസത്തിൽ 5-6 തവണ സ്റ്റോപ്പ് ലോസ് മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്നാൽ ചില മാസങ്ങളിൽ അതിലും താഴെ ലോസുകൾ സംഭവിക്കാറുമുണ്ട്. 2 ലോസിൻ്റെ മേലെ ഇതുവരെ നമുക്ക് അടുപ്പിച്ച് ലോസ് വന്നിട്ടുമില്ല. ഇതുപോലെയുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് സോഫ്റ്റ്വെയറായി എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ അതൊക്കെ നല്ല സോഫ്റ്റ്വെയർ ആണെന്ന് തന്നെ പറയാം. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ന കാര്യം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. പിന്നെ ഇത് ഇന്ന ബ്രോക്കറിലേ ഉപയോഗിക്കാവൂ എന്നൊന്നുമില്ല. നമ്മുടെ ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന MT4 സപ്പോർട്ട് ചെയ്യുന്ന ഏത് ബ്രോക്കറിലും നമ്മുടെ ഈ സോഫ്റ്റ്വെയർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യണം? ലാപ്ടോപ്പ് വേണോ, കമ്പ്യൂട്ടർ വേണോ, ഇൻ്റർനെറ്റ് വേണോ, കമ്പ്യൂട്ടർ ഓഫാക്കാൻ പറ്റുമോ, മൊബൈലിൽ കാണാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടെക്നിക്കലായ അതിൻ്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അതിനുള്ള ഉത്തരങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടാൽ പറയുന്നതാണ്. എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 93 87 762 313 വിളിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.